ബാലിന് ബലി കൊടുത്തുകൊണ്ട് ഒരു ജനം വിളിച്ചു പറഞ്ഞു, ബാലിന് ബലി കൊടുത്താലേ മഴ വരികയുള്ളൂ, ബാലിന് ബലി കൊടുത്താലേ മഞ്ഞ് പെയ്യുകയുള്ളൂ, ബാലിന് ബലി കൊടുത്താലേ നമ്മുടെ കൃഷിഭൂമികളിൽ വിളവ് കൊയ്യാൻ പറ്റുകയുള്ളെന്ന് ഒരു സ്തോത്രം ജനത്തെ തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ, അവർ കാളയെ വണങ്ങിക്കൊണ്ടിരുന്നപ്പോൾ, മനുഷ്യ നിർമ്മിതത്തെ വണങ്ങിക്കൊണ്ടിരുന്നപ്പോൾ, ഒരു പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ട് ആ കാലഘട്ടത്തിന്റെ ശബ്ദമായി വിളിച്ചു പറഞ്ഞു, എന്റെ ദൈവമായ യഹോവ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. ഏലിയാവിന്റെ ശബ്ദം പുറപ്പെട്ടപ്പോൾ തന്നെ ആകാശം അടയുവാനിടയായി തീർന്നു, മഞ്ഞും മഴയും നിന്നു പോകുവാനിടയായി തീർന്നു. ഇപ്പോൾ കാലഘട്ടം നോക്കിയിരിക്കുക, അടുത്ത പ്രവാചകന്റെ വായിൽ നിന്ന് എന്ത് ശബ്ദം വരുമെന്ന്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ കാലഘട്ടങ്ങളിൽ നിന്ന് പ്രവചിക്കുന്ന, ഈ കാലഘട്ടങ്ങളോട് പ്രവചിക്കുന്ന, രാജാക്കന്മാരോട് പ്രവചിക്കുന്ന ചിലതിനെ ദൈവസഭയിൽ നിന്ന് ഈ ആണ്ടുകളിൽ എഴുന്നേൽപ്പിക്കുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ച ഇത് എന്നോടുള്ള ദൈവശബ്ദമാണെന്ന് എത്ര പേർ സ്വീകരിക്കുവാനിടയായി തീരും. ഇത് നിനക്ക് കളിക്കുവാനുള്ള സമയമല്ല, ഇത് നിനക്ക് ഉദാസീനമായിരിക്കുവാനുള്ള സമയമല്ല. ദൈവത്തിന്റെ ശബ്ദങ്ങള് നിന്നിൽ നിന്ന് പുറപ്പെടുന്ന കാലഘട്ടമായി ദൈവത്തിന്റെ ശബ്ദമായി, ഈ കാലഘട്ടത്തിന്റെ ശബ്ദമായി ദൈവം ഒരു മൂവ്മെന്റിനെ എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണെന്ന് എന്റെ പ്രാർത്ഥനാ റൂമിൽ ഞാൻ കേട്ട ദൈവ ശബ്ദത്തെ ഞാൻ ഈ സഭയുടെ മുമ്പിൽ വിളമ്പുകയാണ്.